കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാല എന്നത് ഏറ്റവും നിർണായകമായ ഒരു സ്ഥലം തന്നെയാണ്. കേരള കോൺഗ്രസ് നേതാവായ KM മാണിയുടെ കൈവശം 54 കൊല്ലം ഇരുന്ന പാല അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ പാലായിൽ ഇത്തവണ PJ ജോസഫ് കൃത്യമായ നീക്കം നടത്താനിരിക്കുക കൂടിയാണ്. മണി സി കാപ്പൻ വളരെ വൈകാതെ ജോസഫ് ഗ്രൂപ്പിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതേസമയം കോട്ടയവും ഇടുക്കിയും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പരിപൂർണമായി പിടിച്ചെടുക്കുമ്പോൾ അത് മാണി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി നഷ്ടങ്ങളുടെ പെരുമഴയായിരിക്കും. ഇടതുപക്ഷത്ത് തുടർന്നാലും അതല്ല പ്രത്യേക ബ്ലോക്കായിരുന്നാലും മാണി കോൺഗ്രസിന് ഇനി സാധ്യതയില്ല. UDFിലേക്ക് ഇനി മാണി കോൺഗ്രസിനെ എടുക്കില്ല എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. അതിന് കാരണമാകുന്നത് ജോസഫ് ഗ്രൂപ്പ് പ്രബലമായതുകൊണ്ട് തന്നെയാണ്. PJ ജോസഫ് മാത്രമല്ല അതിനകത്തുള്ളത്. നമുക്കറിയാം, ഫ്രാൻസിസ് ജോർജിൻ്റെ പാർട്ടി കൂടി ജോസഫ് ഗ്രൂപ്പിലേക്ക് ലയിക്കുമ്പോൾ ജോസഫ് ഗ്രൂപ്പ് എത്രത്തോളം ശക്തരാകുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, കേരള കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള ജോബ് മൈക്കിളും ജയരാജും അടങ്ങുന്നവർ വളരെ വൈകാതെ തന്നെ കേരള കോൺഗ്രസ് വിടുകയും അവർ UDFുമായി സഖ്യം ചേരുന്ന രാഷ്ട്രീയത്തിലേക്ക് പോവുകയും ചെയ്യും. കാരണം നാളിതുവരെയായി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒഴിച്ചു നിർത്തിയാൽ അവർ UDFിൻ്റെ വോട്ട് കൊണ്ടാണ് ജയിക്കുന്നത്, കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ടാണ് അവർ ജയിക്കുന്നത്. കോൺഗ്രസിനെ പിണക്കിക്കൊണ്ട് തങ്ങൾക്കൊരു നിലനിൽപ്പില്ല എന്ന് ജോബ് മൈക്കിളിനും അതുപോലെ തന്നെ ജയരാജനും പ്രമോദ് നാരായണനും എല്ലാം കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ഇനിയൊരു പടപ്പുറപ്പാടിലേക്കില്ല. ആകെ റോഷി അഗസ്റ്റിൻ മാത്രം എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുന്നു. പക്ഷേ വളരെ വൈകാതെ റോഷിയും ജോസ് കെ മാണിയെ ഒതുക്കും എന്ന് ഉറപ്പിച്ച് കഴിയുന്ന സാഹചര്യമാണ്. തൽക്കാലം അധികാരത്തിൽ കടിച്ചു തൂങ്ങുക എന്നത് മാത്രമേ റോഷിക്ക് ഓപ്ഷനായി ഉള്ളൂ. അതുകൊണ്ട് പിണറായി മന്ത്രിസഭയിൽ തുടരുന്നു. എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ റോഷി ആ പ്ലാൻ വ്യക്തമാക്കും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ജോസ് കെ മാണി ഇടതുപക്ഷത്തിൻ്റെ കടാക്ഷത്തോടുകൂടി വീണ്ടും രാജ്യസഭയിൽ ഇരിക്കുകയാണ്. എന്നാൽ ജോസ് കെ മാണിക്ക് കൃത്യമായി അറിയാം, തൻ്റെ പാർട്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഇല്ലാതാകും. രണ്ടില ഒന്നുമല്ലാതാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് PJ ജോസഫ് കൊണ്ടെത്തിക്കും. ചിഹ്നവും അധികാരവും എല്ലാം പിടിച്ചെടുക്കാൻ PJ ജോസഫ് ഒരു കളി കളിച്ചതാണ്. എന്നാൽ അന്ന് താൽക്കാലികമായി ജോസ് കെ മാണി രക്ഷപ്പെട്ടു. എന്നാൽ എക്കാലവും അത് രക്ഷപ്പെടാം എന്ന് കരുതണ്ട എന്ന് കൃത്യമായി അവർ താക്കീത് നൽകിയിരിക്കുകയാണ്. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം പാലായിലെന്നല്ല കോട്ടയത്ത് പോലും ഒരു വിലയും അദ്ദേഹത്തിന് ജനങ്ങൾ കൽപ്പിക്കുന്നില്ല എന്ന് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിൽക്കാനുള്ള ആംബിയർ അദ്ദേഹത്തിനില്ല. പണ്ട് KM മാണിയുടെ ബലത്തിൽ കോട്ടയത്ത് 2 തവണ ലോക്സഭാ അംഗമായതൊഴിച്ചാൽ കാര്യമായ വ്യക്തിബന്ധമൊന്നും കാത്തു സൂക്ഷിക്കാൻ ജോസ് കെ മാണിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് PJ ജോസഫിൻ്റെ ലക്ഷ്യങ്ങൾ എല്ലാ രീതിയിലും പൂർത്തീകരിക്കപ്പെടുന്നത്. PJ ജോസഫിന് കൃത്യമായി ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. കേരള കോൺഗ്രസ് എന്നത് മാണി കോൺഗ്രസോ ജോസഫ് കോൺഗ്രസോ എന്ന രീതിയിലല്ല. കേരള കോൺഗ്രസ് എന്നത് തൻ്റെ അധീനതയിൽ വരണം. അതിനുവേണ്ടിയുള്ള നീക്കമാണ്. വളരെ വൈകാതെ മാണി കോൺഗ്രസ് ഒന്നുമല്ലാതാവുകയും ഒരുപക്ഷെ ഒരു MLAയോ അല്ലെങ്കിൽ ഒരു പ്രാദേശിക തലത്തിലേക്ക് ഒതുങ്ങി നിൽക്കുകയോ 1-2 പഞ്ചായത്തിൽ ഒതുങ്ങി നിൽക്കുകയോ രാഷ്ട്രീയപരമായി നടക്കാവുന്ന സംഭവ വികാസങ്ങളാണ്.